സംസ്ഥാനത്ത് UDF അനുകൂല തരംഗം ശക്തമായിരുന്ന സാഹചര്യത്തിലും 3 പ്രധാന ജില്ലകളിൽ LDF ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തി. തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണ് LDF ഭൂരിപക്ഷം സീറ്റുകൾ സ്വന്തമാക്കിയത്. തൃശൂർ ജില്ലയിൽ 13 സീറ്റുകളിൽ 9 സീറ്റുകളിൽ LDF വിജയിച്ചു. ചേലക്കര, വടക്കാഞ്ചേരി, മണലൂർ, കൊല്ലൂർ, ഗുരുവായൂർ, കുന്നംകുളം, പുതുക്കാട്, നാട്ടിക, കയ്പമംഗലം മണ്ഡലങ്ങളിലാണ് LDF പിന്തുണ നൽകിയതിൽ പ്രധാനമായവ. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളിൽ 7 സീറ്റുകൾ LDF സ്വന്തമാക്കി. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, മലമ്പുഴ, തരൂർ, ആലത്തൂർ, നെന്മാറ മണ്ഡലങ്ങളിലാണ് LDF വിജയിച്ചത്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളിൽ 6 LDF വിജയിച്ചു. കല്യാശ്ശേരി, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, അഴീക്കോട് മണ്ഡലങ്ങളിലാണ് LDFന്റെ നേട്ടം. തിരുവനന്തപുരത്ത് 14 സീറ്റുകളിൽ 5 സീറ്റുകളിൽ മാത്രമാണ് LDF വിജയിച്ചത്. ആറ്റിങ്ങൽ, വർക്കല, നെടുമങ്ങാട്, അരുവിക്കര, പാറശാല മണ്ഡലങ്ങളിലാണ് വിജയം. 7 സീറ്റുകൾ UDF നേടി. 2 BJP വിജയിച്ചു. ഇതിനിടെ കഴക്കൂട്ടം മണ്ഡലത്തിൽ വെറും 428 വോട്ടിനാണ് LDF വിജയം നഷ്ടമായത്. UDF തരംഗം നിലനിന്നിട്ടും ചില ജില്ലകളിൽ LDF പിടിച്ചു നിന്നത് രാഷ്ട്രീയപരമായ ശ്രദ്ധേയമായ സംഭവ വികാസമായി വിലയിരുത്തപ്പെടുന്നു. പരാജയം ഒന്നിന്റെയും അവസാനമല്ല. ഇതിലും വലിയ തിരിച്ചടികൾ നേരിട്ട ഇടതുപക്ഷം തന്നെയാണ് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം എന്ന സമസ്യ അടയാളപ്പെടുത്തിയത്. പഠിച്ചും തിരുത്തിയും പാർട്ടി തിരിച്ചു വരിക തന്നെ ചെയ്യും.